ടെവിൻ, ഓ யாரிது? என் நண்பனா? എന്നുവെച്ച് ദിടീന്ന് എന്നോട് യോസന വന്നിരിച്ച കളിക്കല്ലേ? എന്താ എന്റെ സോൾമേറ്റിന് ഒരു ഗൗരവം? നീ എന്നോട് പറയാതെ പുതിയ പേഴ്സണൽ ബോഡി ഗാർഡിനെ അപ്പോയിന്റ് ചെയ്തെന്ന് ഞാൻ. ഓ, അപ്പൊ അതാണോ കാര്യം? സാർ, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. സാർ, കോഫി. കോഫിയോ? നീ എപ്പോഴാ കോഫി കുടിക്കാൻ തുടങ്ങിയേ? ഹാ ജേക്ക്, ഞാൻ കോഫി കുടിക്കില്ല. എനിക്ക് ടീ ആണ് ഇഷ്ടം. ഓ സോറി സാർ, ഞാനിപ്പോ ചായ എടുക്കാം. അല്ല, ആരാ പുതിയ മുതലേ? അപ്പോ യൂങ്സ് ഒന്നും പറഞ്ഞില്ലേ? ഞാൻ യൂങ്സിനെ കണ്ടിട്ടില്ല. തെവിനെ ഒന്നും ആലോചിക്കാതെയും പറയാതെയും നീ ഒരു ഔട്ട്സൈഡറിനെ നിന്റെ സേഫ് പ്ലേസിലോട്ട് കയറ്റിയത് ഒട്ടും നന്നായില്ല. എടാ, നീ ഇങ്ങനെ വെറിഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഐ എം ഷുവർ. ആ, അത് ചിലപ്പോ ഉണ്ടാവും. കാരണം അവൻ ആ പബ്ബിലല്ലേ വർക്ക് ചെയ്തിരുന്നേ. എടാ, അവിടെയല്ല. ഐ തിങ്ക് ഇറ്റ്സ് സംവെയർ എൽസ്. നീ ആലോചിച്ചു കൂട്ടുന്ന പോലെയൊന്നും അല്ല. ഹീസ് എ നൈസ് ഗൈ. ഹീസ് എ നൈസ് ഗൈ. ഹാ, എന്താ മോനെ, ഇന്നവരെ ആരോടും ഇല്ലാത്ത ഒരു സോഫ്റ്റ് കോർണർ അവനോട്? ഇതാണ് നിന്റെ കുഴപ്പം. ഞാൻ ആരോടെങ്കിലും ഒന്ന് നന്നായി പെരുമാറിയ നീ അത് മറ്റെന്തെങ്കിലുമായിട്ട് നിനക്ക് തോന്നും. മോൻ തൽക്കാലം ഇനി യൂങ്സിന്റെ അടുത്തോട് ചെല്ലേ. പാവം മരുഭൂമിയിലെ മഴയും കാത്തിരിപ്പ. ഒന്ന് പോടാ. എത്തിയോ? നീ എന്ത് പറഞ്ഞു? ആ, അവന് ആ പയ്യനോട് ഒരു വല്ലാത്തൊരു സോഫ്റ്റ് കോർണർ ഉള്ള പോലെ. അവന് ഫേവറായിട്ട് സംസാരിക്കുന്നത്. എന്റെ പൊന്നു ജീവനെ, പറയുന്നത് കൊണ്ടൊന്നും തോന്നല്ലേ. നിനക്ക് CBI വർക്ക് ചെയ്ത് ഇപ്പൊ ഒരുമാതിരി പോലീസിന്റെ സ്വഭാവ. ജേക്ക്, നീ നിന്നെ വിളിച്ചിരുന്നു? ഇല്ല. എന്താ യോഗി? ആ, അത് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞോ? ഇല്ല, ഒന്ന് പുറത്തേക്ക് പോവാ, ഞാൻ വരാന്ന് പറഞ്ഞപ്പോ വേണ്ട, ഒറ്റയ്ക്ക് പോണം എന്ന് പറഞ്ഞു പോയി. എന്താ യോഗി, എന്തെങ്കിലും പ്രശ്നം? പ്രശ്നം അവനായിട്ടുണ്ടാക്കുമല്ലോ. ഇങ്ങനെ പറയാതെയും മിണ്ടാതെയും ഇറങ്ങിപ്പോയാ. യോഗി പേടിക്കണ്ട, ഞാൻ ചെന്ന് നോക്കാം. ചിലപ്പോ പബ്ബിലോട്ടെങ്ങാനും പോയതാവും. എഴുന്നേക്ക്. ഞാനില്ല, എനിക്ക് ഇവിടെ കിടക്കണം. ആ, കിടക്കാൻ പറ്റിയ സ്ഥലം. ഇങ്ങോട്ട് വാ. വരാൻ. സാർ, ബില്ല് പേ ചെയ്തിട്ടില്ല. ഓ, ബില്ല് എത്രയായി? 8,000. 8,000? അത്രയൊന്നും എൻ്റെ ഉണ്ടാവില്ല. അതിനും ഭേദം ഞാൻ ഇതിന് ഇവിടെ വെച്ചിട്ട് പോവാം. പ്ലീസ്, എന്റെ കൈ വിട്. ജേക്ക്, പ്ലീസ് സ്റ്റേ വിത്ത് ഹിം. യോഗി, ഞാൻ വീട് ബോഡിഗാർഡാ, അല്ലാതെ അവന്റെ ഭാര്യയില്ല. എനിക്കറിയാം, തന്ന പൈസയുള്ള ജോലി ചെയ്താൽ മതിയെന്ന്. ഇന്നെന്റെ അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറിയാണ്. അതുകൊണ്ടാണ് ഇവനിങ്ങനെ കുറിച്ച് ബോധമില്ലാതെ. വീട് ചെറുപ്പത്തിൽ വന്നു അവന്റെ അമ്മ മരിച്ചു. അതിന്റെ ഒരു ട്രോമ ഇപ്പോഴും അവനുണ്ട്. അതങ്ങനെ നിനക്ക് മനസ്സിലാവുകയും പ്ലീസ് സ്റ്റേ വിത്ത് ഹിം. ഇന്നിവിടെ ജന്മല്ലാതെ മറ്റാരെങ്കിലും ഇവനെ അടുത്ത് പിടിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവനെവിടെ? അയ്യോ, എന്റെ നാടോ, നിനക്ക് എന്താണോ? നീ എന്തോടെ ആകാശത്താണ് പൊട്ടി വന്നത്? അല്ല, എന്താ താനെങ്ങതോ ഇന്നലെ പിടിച്ചു വരുത്തിയേ? ഞാനും? അതെ, താൻ തന്നെ. ഒരു രാത്രിമാവും എന്നെ കൈ പിടിച്ചു വെച്ചിട്ട് എന്റെ കൈ നോക്കാൻ മേല. പോരാഞ്ഞ് എന്നെ ബെഡിൽ നിന്നും തട്ടി താഴെ കിട്ടു. ഓ, തന്നോടൊക്കെ ഗോഡാസ്കോടോ. ഓ, ഇന്നലെ ഞാൻ നല്ല ഓവറായെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതെ, എന്താ തന്റെ കൈക്കിപ്പ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. തന്നെ ഫുഡ് കഴിക്കാൻ കണ്ടില്ല. എനിക്ക് വേണ്ട. അതെ, ഇനി എന്താ തനിക്ക് കഴിക്കാനുള്ള ഫുഡ്? ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ടെന്ന്. ഫുഡ് കഴിക്കാതിരിക്കാൻ പാടില്ല, എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് വായ തുറക്ക്.
നീ എത്തിയോ? എന്താ ഇവിടെ പുറത്ത്? അകത്തിരിക്കാൻ മേല. അതാ. എന്താ അകത്തെന്ത് പറ്റി? അകത്ത് ഭയങ്കര ചൂടാ. പിന്നെ എന്തൊക്കെയുണ്ട്? റാം സാറ് നിങ്ങളെ നിരീക്ഷിക്കാൻ ഒരു സ്പൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് കരുതിയിരിക്കണം. സെക്യൂരിറ്റി ഒക്കെ ടൈറ്റാ, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു കീപ് അവർ ഐസ് ഓപ്പൺ. ഞാൻ എന്തായാലും ഒന്ന് തേയ കണ്ടിട്ട് വരാം. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അതെന്താ ഞാൻ പോയാലേ? എന്താ ചിമന നിനക്കൊരു ഭാവമാറ്റം? അതെന്താ ഞാൻ പോയാലേ? ആ, നീ പൊക്കോ. പറഞ്ഞാ കേക്കില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. തേ തേ ഞാൻ അവിടെ എന്താ കണ്ടേ? ഞാൻ പറഞ്ഞതില്ലേ പോണ്ടാന്ന്. അപ്പൊ നാഗവല്ലി കളിച്ചു പോയതല്ലേ? അല്ല, ഇതൊക്കെ എപ്പോ? ആ, ഈ 2 മാസത്തിനുള്ളിൽ ഇങ്ങനെ പലതും അവിടെ സംഭവിച്ചു. ആ, നീ ഇപ്പൊ എത്തി? ഞാനിന്നലെ വന്നത്. എന്നിട്ടെന്താ നീ എന്നെ കാണാൻ വരാഞ്ഞേ? വന്നതാ, പിന്നെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഓ, നീ കണ്ടല്ലേ? ചെറുതായിട്ട്. അല്ല, നിങ്ങളെപ്പോ സെറ്റായി? അതും ഈ 2 മാസത്തിനുള്ളിൽ? അത് ഞങ്ങൾ റിലേഷൻഷിപ്പിലൊന്നും ആയിട്ടില്ല. എനിക്ക് അവനെ ഇഷ്ടമാണ്. പിന്നെ ഇന്നലെ സംഭവിച്ചത് കള്ളിന്റെ പുറത്ത് പറ്റിപ്പോയതാ. അപ്പോ നീ അവനെ പ്രപ്പോസ് ചെയ്തിട്ടില്ലേ? ഇല്ല, ഞാൻ രാവിലെ നോക്കിയപ്പോ അവനെ കണ്ടില്ല. എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ എന്തോ. പിന്നെ നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ അധികം വൈകാതെ നീ അവനെ പ്രപ്പോസ് ചെയ്യും. സാർ, എന്താ എന്നെ കാണുമെന്ന് പറഞ്ഞേ? നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമായി. മറ്റന്നാൾ നമ്മൾ വീട് അസാസിനേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സാർ, യെസ് ജെയ്ക്ക്, ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ്. ജെയ്ക്ക്, തന്നെ ഒന്ന് താഴോട്ട് കണ്ടില്ല. എന്തു പറ്റി? അതെ, എനിക്കൊട്ടും വയ്യ. നമുക്ക് പിന്നീട് സംസാരിക്കാം പ്ലീസ്. അവൻ ഇപ്പോഴും ഓക്കെ ആയില്ലേ? ഐ നോ റൈറ്റ്. ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ബിസിനസ് മീറ്റിംഗിന് പോവാ. താൻ വരണ്ട. പിന്നെ ഞാൻ പോയി വന്നിട്ട് എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി. പിന്നെ ഞാനും ഒന്ന് പുറത്തോട്ട് പോകും. ഓഫ് കോഴ്സ് യു ക്യാൻ. വാട്ട് ഷുഡ് ഐ ഡു? ഒരു വശത്ത് റാം സാർ, എന്റെ ജോലി. ജിമിനെ, നീ എന്താ ഇവിടെ? നീ ഇവിടെ സേഫ് അല്ല. മതി, വാ നമുക്ക് പോവാം. പക്ഷെ മീറ്റിംഗ് ഒക്കെ മതി എന്ന് ഞാൻ പറഞ്ഞില്ലേ? നമുക്ക് പോവാം. ജിമിനെ, നിനക്ക് എന്താ? എന്റെ കൂടെ വരാൻ. ജയ്ക്ക് അവിടെ. നീ ഇപ്പൊ എന്തിനാ അവനെ അന്വേഷിക്കുന്നേ? ഞാൻ ചോദിച്ചതിന് മറുപടി അവൻ വന്നില്ലേ? ഇല്ല, വരില്ല. അവൻ ഒരു അണ്ടർ കവർ ഏജന്റാ. യാദൃശികമായി റാം സാറിന്റെ മാപ്പ് ഞാൻ കണ്ടതുകൊണ്ടാണ് അവൻ ആരാണെന്നും എന്താണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. നിന്നെ കയ്യിലെടുക്കാനാ അവൻ നാടകം കളിച്ചത്. അവൻ നിന്റെ ഫീലിങ്സ് വെച്ച് കളിച്ചു, അത്രേ ഉള്ളൂ. അവൻ ഇതുപോലെ ആരുടെയൊക്കെ കൂടെ കരുതിയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. നോ, ഹി വോണ്ട്.
ഈ പാസ്റ്റഡ് നിന്റെ ഒരു കളത്തിലും ഇനി ഇവിടെ വില പോയില്ല. നിന്റെ എല്ലാ കളക്കളിയും ഇവിടെ പൊളിഞ്ഞു. റാം സാറിന്റെ ചാരമില്ലേ നീ? നീ നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരോടെയും നോക്കാം. നീ ജീവനോടെ പോയില്ല. ജിമിൻ, എനിക്കെന്നെ കൊല്ലാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വിനോദമായി സംസാരിക്കാം. പറ്റില്ല ജിമിൻ, വേണ്ട. നിനക്കെന്താ? നീ ഇനി ഇവ പറയുന്നൊക്കെ വിശ്വസിക്കാൻ പോവാണോ? പ്ലീസ്, എനിക്ക് നിങ്ങളൊന്ന് സംസാരിച്ചാൽ മതി. എന്താ നിനക്ക് പറയാനുള്ളത്? നീ ഒരു മാഫിയാണ്, ഞാനൊരു പോലീസ് ഓഫീസറും. ജിമിൻ പറഞ്ഞത് ശരിയാ, പക്ഷെ അതിലൊരു കറക്ഷൻ ഉണ്ട്. ഞാനൊരു സ്പൈ ആയി പലരുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആർക്കും എന്റെ ബോഡി വെച്ചിട്ടില്ല, ആരുടെയും കൂടെ ഞാൻ കരുന്നിട്ടുമില്ല. ഐ സറണ്ടർ മൈ സോൾ ഇൻ ഫ്രണ്ട് ഓഫ് യു. എനിക്കറിയില്ല, I didn't resist you. ആ രാത്രി you set me on fire. റാം സാർ നിന്നെ കൊല്ലാൻ പറഞ്ഞപ്പോ ഞാൻ മരിച്ചതുപോലെ എനിക്ക് തോന്നിയത്. നിന്നെ പോയിന്റ് ചെയ്ത് കണ്ണു പിടിച്ച് അത് ട്രിഗർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. Because I felt like I'm losing my life. I know it's too late to say that, but I have to say I love you. എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നീർന്നു പോക്കോ. I said get out. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ ഒരിക്കലും ഇവിടേക്ക് വരാൻ പാടില്ല. നിന്റെ ജീവിതത്തിന് അത് അവസ്ഥ. ഐ ഡോണ്ട് കെയർ. ഞാനിപ്പോ വന്നത് നിന്നോടൊരു കാര്യം ചോദിക്കാനാണ്. എന്ത്? നീ എന്ന് പറഞ്ഞതൊക്കെ സത്യമാണോ? ഡു യു ലവ് മീ? യെസ് ഐ ഡു, ആൻഡ് ഐ ഓൾവേസ് ഡു. നീ അന്ന് പറഞ്ഞത് ശരിയാ. നമ്മൾ രണ്ട് ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്നവരാ. നമുക്കൊരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ബട്ട് we can die together, right? നിന്നെ ഞാൻ എന്റെ കൂടെ മരണത്തിലേക്ക് വിളിച്ചാലും നീ വരൂ. I do. എങ്കിൽ വാ. ഇതെന്താ മഴക്കാകെ നനഞ്ഞ് മുറിവൊക്കെ പറ്റിയല്ലോ? എന്താ പറ്റി? പേടിക്കേണ്ട ജയ്ക്ക്. ഇതെന്ത് കോല? എന്താ പ്രശ്നം? നീ പാനിക്കാവണ്ട. വഴിയിൽ വെച്ച് രണ്ടുപേരും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന കണ്ട ഞാൻ കണ്ണുടച്ച് ഇങ്ങോട്ട് പോരണം. അപ്പോ ഒന്നതി കയറി ഇടപെട്ടു. നീ എന്നോട് കള്ളം പറയാണോ? ഡോണ്ട് യു ട്രസ്റ്റ് മീ? എനിക്ക് നിന്നെ വിശ്വാസ എന്നെക്കാളും. പക്ഷെ നിന്നെ ഈ കോലത്തില് കണ്ടിട്ട് കമോൺ ജയ്ക്ക്. നമ്മുടെ പഴയ കാലം നമ്മൾ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. മാഫിയ വിയും CBI ഓഫീസർ ജയ്ക്കും അന്ന് ആ ആക്സിഡന്റിൽ മരിച്ചു. ഇനി ആ പാസ്റ്റ് നമ്മളെ പിന്തുടരില്ല. CBI പോലും ആ കേസ് ക്ലോസ് ചെയ്തു. നമ്മൾ ജീവനോടെയുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും, ജിമിനും യൂങ്കിക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇനി അങ്ങോട്ട് അറിയാനും പോകുന്നില്ല. എന്തായാലും ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ശരി, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ജിമിൻ പറ, അവരെന്ത് ചെയ്യുന്നു? കിൽ ദാറ്റ് ബാസ്റ്റേർഡ്സ്.